എൻ്റെ അളിയ എനിക്ക് ഇന്നുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഒരു സിനിമ കാണാൻ പോയപ്പോഴേ ഞാൻ ഇന്ന് ബേസിൽ ജോസഫൻ പ്രാവൻകൂട് ഷാപ്പ് കാണാൻ വേണ്ടി പോയി. ടിക്കറ്റ് എടുത്ത് ഞാൻ നേരെ തിയേറ്ററിൽ കയറി ഇൻട്രോവലിന് ഒരു പപ്സും ചായയൊക്കെ കഴിച്ചോ. ഈ പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാലോ? ഇതിലെ അങ്ങനെ ഞങ്ങൾ പടം കണ്ടിട്ട് ഞാൻ താണ്ട വന്നേട്ടോ. വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ പടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ. ശ്രീനിവാസനാണ് ഈ പടത്തിന് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ആയിട്ട് കേട്ടോ. സംഭവം നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ചെറിയ ലൊക്കേഷനിൽ തന്നെയുള്ള ഒരു വലിയ കാര്യം സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ. അതായത് ഷാപ്പിൽ നടക്കുന്ന അപകടം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസിന്റെ കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഷാപ്പും പരിസരങ്ങളും മാത്രമാണ്, അല്ലെങ്കിൽ ഷാപ്പ് പോലീസ് സ്റ്റേഷൻ മാത്രമായിട്ടുള്ള ചെറിയൊരു ലൊക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. പിന്നെ കുറേ സാധനങ്ങൾ സിംഗിൾ ഷോട്ടിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. പിന്നെ നമ്മൾ ഡയറക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ആക്ടിങ്ങിലൂടെ ഒരു ബേസിൽ ജോസഫ് ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രം എന്ന് പറയുമ്പോൾ തനിഷ്ക പോലീസ് ഓഫീസറായിട്ടാണ് പുള്ളിയുടെ കാലത്ത് നമ്മൾ ഒരുപാട് ചിരിച്ച് മറിയാമെന്ന് പറഞ്ഞാൽ ആരും ദൈവത്തോട് തീർത്തേക്ക് പോകും. ഒരുപാട് ചിരിക്കാനൊന്നുമില്ല. പുള്ളി നോർമൽ ഒരു പോലീസ് ഓഫീസറെ പോലെ തന്നെയാണ് അഭിനയിക്കുന്നത്. അത് നമ്മുടെ ജയ എന്ന് പറയുന്ന സിനിമയിലെ രാജേഷ് എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ നോർമൽ ബേസിലെ ക്യാരക്ടർ ചെയ്തിട്ട് അപ്പോൾ ബേസിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് ചിരിച്ച് മറിയാമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറി പടം കണ്ടിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പടം കൊള്ളത്തില്ല എന്നുള്ള അഭിപ്രായം പറയാൻ ദൈവത്തെ കൊടുത്താൽ പോകരുത്. രണ്ടാമത്തെ പിന്നെ സോബിനും ചെമ്പനും അവരെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കഴിവ് തെളിയിച്ച അസാധ്യത നമ്പറാണ്. ക്ലൈമാക്സ് സീനിൽ ഇവർ രണ്ടിനും ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. എൻ്റെ പൊന്നടി അത് കാണണം കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങളത് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്, വേറെ ആരും അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല സിനിമ ഉണ്ടായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അത് കമന്റ് ആയിട്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ലാഗ് അടിക്കുന്ന ചോദിച്ചു നമ്മൾ കള്ളിഷാപ്പിൽ കള്ള് കുടിച്ചാൽ ചെറിയൊരു മന്ദത പെരിപ്പോടെ പോയി കാണാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ഗ്രാഫിക് ഇങ്ങനെ കയറി ഇറങ്ങി ചില സമയത്ത് നമ്മൾ നല്ല തരിച്ചു വരും, ചില സമയത്ത് ആരും. ഒരു ഷാപ്പിൽ നമ്മൾ സംഭവം നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായമുള്ളൂ. ഇന്നത്തെ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അടുത്ത വീഡിയോ കാണുക.